കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ ഇടക്കിടക്ക് ഞങ്ങൾക്കൊന്ന് മാറുന്നുണ്ടായിരുന്നു. പിശുവങ്കളും മഞ്ജു ചേച്ചിയൊക്കെ ഇടക്കിടക്ക് വന്നു. അവരൊക്കെ വിളിക്കാറുണ്ടോ കണ്ണ? മഞ്ജു ചേച്ചിയൊക്കെ വിളിക്കോ? വിളിക്കും. എന്ത് പറയോ അവര്? സുഖാണോന്നൊക്കെ ചോദിക്കോ? ഇഷ്ടാണോ അവരെ? ഇഷ്ടാണ്. നമുക്ക് ബിരിയാണി വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അമ്മേനെ വിളിച്ചാലോ? വിളിക്കട്ടെ? ബിരിയാണി വെക്കുവാണോ? ബാക്കി ചിലപ്പോ അമ്മ വെക്കുമായിരിക്കും. വിളിക്കട്ടെ? ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിക്കാം അല്ലേ? നമുക്ക് പ്ലേറ്റ് ഇല്ല, അതിന്റെ അകത്ത് തന്നെ കൊടുക്കാം അല്ലേ? ഇത് ഇലയില് കൊടുക്കാം. അതാണ് ഒരു മര്യാദ അല്ലേ? ഇത് ചിക്കൻ, ഇത് ബിരിയാണി, ഇനി അതെന്താ? സാലഡ്. രണ്ടും കൂടെ. പപ്പടം മാത്രമില്ല അല്ലേ? പപ്പടം ഇല്ല. ഇവിടെ കയറി ഇരിക്കാമോ? 2 ചിക്കൻ കൊടുക്കാം. 3 ചിക്കൻ. ഒരു ചിക്കൻ തമ്പാട്ടിക്ക് വേണ്ടേ? അമ്മക്ക് കൊടുത്തേക്കാം അല്ലേ? സ്നേഹാണോ? അമ്മേനാണോ അച്ഛനാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം. അമ്മേനെ വിളിക്കട്ടെ? അമ്മേനെ വിളിക്ക്. അമ്മേ, തമ്പാട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ. ബിരിയാണി കഴിക്കാനല്ലേ? എടുത്തു കൊടുക്ക്. എടുക്കട്ടെ? കൊടുക്കട്ടെ? എങ്ങനെയുണ്ട്? ചിക്കൻ കുട്ടിയായ യൂണിവേഴ്സിലേക്ക് വന്നു. ഇതിന്റെ ഇടക്ക് ബീഫൊക്കെ. ഞാൻ അറിഞ്ഞില്ല ബീഫൊക്കെ ഉണ്ടാക്കിയത്. അടിപൊളിയല്ലേ? പിന്നല്ല, പക്ഷെ പൈസ എന്നാലേ തരുള്ളൂ കേട്ടോ. പൈസ ഇല്ലല്ലോ, പപ്പ വരുമ്പോഴേ ഉള്ളു കാശ്. മോള് തന്നെ പൈസ തരും. എത്ര രൂപ അത്? ബാക്കിയും കൊടുത്തു. ഇനി എന്ത് വേണം? ഒരു ഹോട്ടലൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ടോ? ഇനി എങ്ങനെയായിരുന്നു ബമ്പർ ചിരിയിലേക്കുള്ള എൻട്രി? ആദ്യമേ ഞങ്ങൾ ഫാമിലിയായിട്ടായിരുന്നു. ഇപ്പൊ ഫാമിലിയായിട്ട് വിളിക്കുന്നില്ല. അതുപോലെ ഞങ്ങൾ പോയതാണ്. ഫാമിലിയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്ന് ഇയാള് കുറെ നടന്മാരെയൊക്കെ, നമ്മുടെ കോമഡിയൊക്കെ പറയുന്നവരെയൊക്കെ ഡയലോഗൊക്കെ കാണാതെ പറയുകയൊക്കെ ചെയ്ത്, പിന്നെ പാട്ടൊക്കെ പാടി, അങ്ങനെ അത് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്പർ വെളി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേന് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് 2 മിനിറ്റ് എന്തെങ്കിലും സ്റ്റാൻഡപ്പ് ചെയ്യിക്കാൻ അയക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങള് 2 മിനിറ്റ് സ്റ്റാൻഡപ്പ് കുറച്ചെന്തോ ഒന്ന് ഇയാള് പറഞ്ഞത് അയച്ചു കൊടുക്കും. പിറ്റേ ആഴ്ച തന്നെ ഞങ്ങള് സെലക്ട് ആയെന്ന് പറഞ്ഞ് വിളിച്ചു. എങ്ങനെ സെലക്ട് ആവാതിരിക്കും? ആ ജനാർദ്ദനൻ കാച്ചിക്കേ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ, അടിച്ചൊളിക്കടാ അവന്റെ കാല്. ആര്? ജനാർദ്ദന? നസീർക്ക. ഓ, ഇനി വേറെ എന്താ പറയുന്നു? ഞാനിത് കേട്ടിട്ടില്ലല്ലോ. നിന്നെ അല്ല അവനെ. മാക്കുട്ടിക്ക് എന്താ നീ എന്തിനാ പഠിക്കുന്നേ? നീ എന്തിനാ പഠിക്കുന്നേന്ന്? നീ ഒരു പഠിച്ചിട്ടും ആവശ്യമില്ല. ഇവിടെ കോളേജിൽ പോയി. അയ്യേ ദാസപ്പോ എന്നെ ശരിക്കും ഒന്ന് നോക്കിക്കേ. എന്റെ പേമാത്തി എന്തെങ്കിലും ബന്ധികേടുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടുറുമ്പ് ചേട്ടാ. ഇതാണ് സെലക്ട് ചെയ്തതല്ലേ? പിന്നെ പാട്ട്, പിന്നെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തവരോട്. അങ്ങനൊക്കെ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ അവിടെ ചെല്ലുന്ന ആദ്യത്തെ സ്റ്റാൻഡപ്പ് ആയിട്ട്. ചേച്ചും കൂടെ. ഞാൻ കഴിച്ചില്ലല്ലോ. വായിൽ വെച്ച് തരുമോ? ശരിക്കും വായിലൊക്കെ അടിപൊളി, വേറെ ലെവല്. ഞാൻ ഇതുപോലെ ഒരു ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല. അടിപൊളിയായിട്ടുണ്ട്. മറന്നു പോവും. അത് അടച്ചു വെച്ചോട്ടോ, ഒന്നും കേറി ഇരിക്കണ്ട. കുറച്ചേരം കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ആ യൂണിവേഴ്സിലേക്ക് അങ്ങ് പോയി അല്ലേ? ഈ സ്കൂളിലൊക്കെ എന്താ പറയുന്നത്? സ്കൂളിലൊക്കെ ലീവൊക്കെ കിട്ടാറുണ്ട്. അക്ഷരം പഠിക്കുന്നിടത്ത് അവിടെ 3 പേരാണ്. അവര് 4 പേരേ ഉള്ളു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാന്നൊക്കെ പറയും. പിന്നെ ആശാട്ടിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആശാട്ടിയമ്മയ്ക്ക് അയാൾ അവിടെ ചെന്നതിന് ശേഷം ഇപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ പോയതൊക്കെ ആശാട്ടിയമ്മ പറയാം എന്റെ ഭാഗ്യം കണ്ട ഇങ്ങനൊക്കെ. ആശാട്ടിയമ്മ എടുത്ത് എന്ന് കഴിഞ്ഞപ്പോ അയാൾ ഈ സ്റ്റാൻഡപ്പിനൊക്കെ പോകാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ വന്ന്. അപ്പൊ ആശാട്ടിയമ്മ പറയാം എന്റെ ഭാഗ്യം കൊണ്ടാന്നാ പറയുന്നത്. ആശാട്ടിയമ്മയ്ക്ക് ഭയങ്കര
സന്തോഷമാ. ഇതെങ്ങനെ പഠിക്കുന്നേ? അതായത് അവിടെ ചെന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പേടിയൊക്കെ വരുമല്ലോ ഈ ഒരു പ്രായത്തിലൊക്കെ. അല്ല ഇത് ഇവിടെ ഏട്ടനാ മൊത്തം എഴുതുന്നത്, കോമഡി മൊത്തം എഴുതുന്നത്. ചേട്ടൻ എന്താ ചെയ്യണേ? ഏട്ടൻ ഇപ്പൊ ഇവിടെ RMS പോസ്റ്റലിന്റെ പ്രമോഷനായി. ഏത് സമയത്താണ് പ്രമോഷനാണ്? എപ്പോഴാ കിട്ടിയത്? ബമ്പർ അടിച്ചപ്പോഴാ കിട്ടിയത്. ഈ ബമ്പർ അടിച്ചപ്പോ എന്തായിരുന്നു ഇവിടത്തെ ആഘോഷവും പരിപാടികളൊക്കെ? ഭയങ്കര. അവിടെ എന്തുവായിരുന്നു ബമ്പർ അടിച്ചപ്പോ? എന്തുവായിരുന്നു ഫ്ലോറിൽ? എന്തുവായിരുന്നു സന്തോഷം കൊണ്ട്? സന്തോഷം കൊണ്ട് കരഞ്ഞ് അമ്മയുടെ കരഞ്ഞോണ്ട് അമ്മയുടെ മേക്കപ്പും പോയി, എല്ലാം പോയി. ഞാനും പപ്പ വെറൈറ്റി കരച്ചില്ല. ആണോ? എങ്ങനെയാ? അവര് വെറൈറ്റി കരച്ചില്ല. വെറൈറ്റി കരച്ചിലൊന്ന് കാണിച്ചു തരുമോ? വെറൈറ്റി കരച്ചിലൊന്ന് കാണിച്ചേ. ഇതാണോ വെറൈറ്റി? ഓ, അപ്പൊ മേക്കപ്പ് പോവില്ലല്ലോ അല്ലേ? പോകും. എന്ത് മേക്കപ്പ് ചെയ്യാനാ ഇഷ്ടം? ലിപ്സ്റ്റിക് ഇടാനാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ? ലിപ്സ്റ്റിക് ഇടാനാണോ ഇഷ്ടം? പൗഡർ അല്ല. ആരവിടെ ഒരുക്കിയൊക്കെ തന്നെ? മേക്കപ്പ് മാൻ ഉണ്ടോ? എന്താ ചെയ്യാ അവിടെ? അമ്മയാണോ ഒരുക്കി തരാ? അല്ല, അവിടെ ഉണ്ട്. അവിടെ ആന്റിമാരൊക്കെയാണോ ഒരുക്കുന്നത് അവിടെ? ഓ, ചേച്ചിമാര്. ആന്റിമാരല്ല, ചേച്ചിമാര്. അത് കത്തിയാ? കത്തിയില്ല, മുറിയത്തില്ല. ഓ, കൊഴപ്പൊന്നുമില്ല അല്ലേ? മുറിയത്തില്ല. അവിടെ എങ്ങനെ മഞ്ജു ചേച്ചിയും പിഷാരടി ചേട്ടനും നസീർക്കൊക്കെ ആളവിടെ എങ്ങനെ സപ്പോർട്ടീവും കാര്യങ്ങളാണ്? ഭയങ്കര സ്നേഹമാണ്. മഞ്ചേച്ചി വിളിക്കുന്ന ചച്ചുമ്മയെന്നാ വിളിക്കുന്നത്. എന്റെ ചച്ചുമ്മയെന്നാ പറയുന്നത്. എല്ലാരും നല്ല സ്നേഹത്തില്ല. ഈ സരസിത എന്നുള്ളൊരു പേര് നമ്മൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ആരെ പേരിട്ടെ? ഏട്ടന്റെ അമ്മയുടെ പേര് സരസമ്മയെന്നാ. അപ്പം ഏട്ടൻ അത് വെച്ചോണ്ട് സരസിത മരിച്ചപ്പോഴാണല്ലേ ഇട്ടത്. നല്ല രസാ പറയണേക്കെ. താങ്ക് യു. ഈ കോമഡിയും സ്റ്റാൻഡപ്പ് കോമഡിയും ഒക്കെ പറയുമ്പോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മ നിൽക്കാനായിട്ട് എന്താ പറയാ, എപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? പറയിപ്പിക്കും, അല്ലെ റെക്കോർഡ് ചെയ്ത്. ഏട്ടാണെങ്കിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇയാളെ കേൾപ്പിക്കും. ഇയാൾ ചെവിത്താഴ്പ്പ് വെച്ച് ഇങ്ങനെ പഠിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇരുത്തി മോനെ അത് ഇത് പറയുന്ന അങ്ങനൊന്നും പറഞ്ഞ ഏത് ഇഷ്ടമല്ല. കുറെ സമയം പഠിക്കും, പിന്നെ കുറച്ചു നേരം കളിക്കും. കൂടുതലും കളി, പിന്നെ കുറച്ച് പഠിക്കും. അത് ഇങ്ങനെ കേട്ട് പഠിക്കത്തുള്ളൂ. പിന്നെ ചിലപ്പോ നമ്മളെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഓടി വന്നിട്ട് പറയും, അപ്പേ ഞാനൊന്ന് പറയട്ടെ സ്റ്റാൻഡപ്പ്. നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ നമ്മള് പറയാം, പറഞ്ഞോ സാരമില്ല. പിന്നെ അതങ്ങനെ ഓർത്തോർത്ത് വന്നിരുന്ന് പറയുന്നതാണ്. മടിയൊന്നും കാണിക്കാറില്ല? മടിയൊന്നും ഇല്ല. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോ ഇടയ്ക്കൊക്കെ ചിലപ്പോ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൂടെ ആഡ് ചെയ്യും അവിടെ ചെല്ലുമ്പോ. അപ്പൊ അതിങ്ങനെ പഠിക്കാന് കുറച്ച്. ചേച്ചി പോയല്ലേ, ചേച്ചിപ്പോ എല്ലാരും ഞാനേ പറഞ്ഞിട്ട് പോയാ മതി. എല്ലാരും പറഞ്ഞിട്ട് പോയാ മതി അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിക്കട്ടെ? ഇന്നിവിടെ നിന്നോട്ടെ? അപ്പൊ എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ. അപ്പൊ ഞാൻ അകത്ത് എനിക്ക് കൂട്ട് കിടക്കോ? എനിക്ക് പേടി ഒറ്റക്ക് കിടക്കാൻ. രാത്രിയൊക്കെ ആവുമ്പോ എനിക്ക് പേടിയാവും. വലിയവരൊന്നും പേടിക്കില്ലെന്നാ പറയുന്നത്. സൂപ്പർ കമ്മലൊക്കെ ഇട്ടേക്കുന്നത്. അപ്പൊ അമ്മ മറ്റേ കരിമീൻ കൊണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ടെന്നൊക്കെ ഒരു വാർത്തയൊക്കെ ഞാൻ അറിഞ്ഞു. ചുമ്മാ പറഞ്ഞ പാവല്ലേ അമ്മ? കോമഡി പറയുന്നതാ. നമുക്ക് തടഞ്ഞു നിർത്തിയാലോ? വേണ്ട അല്ലേ? ചുമന്ന കൊടി കാണിച്ചാ നിർത്തൂന്നാ പറയണേ. കൊടി കാണിച്ചാലേ നിർത്തൂന്നാ പറയണേ. ഈ പാത്രം എടുത്തങ്ങ് കാണിച്ചാലോ? പാത്രം കാണിച്ചതാണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചേച്ചി ഇരിക്കും. എനിക്ക് പേടിയാ ട്രെയിൻ. എനിക്ക് പേടിയാ.